നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമായിരുന്നു പ്രശസ്ത സിനിമാ സീരിയൽ നടൻ ദിലീപ് ശങ്കറിന്റെ ഹോട്ടൽ മുറിയിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇതിനോടകം തന്നെ നിരവധി പേരാണ് ദിലീപിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് എത്തിയിരുന്നത്. ഇപ്പോഴത്തെ ദിലീപിനെ കുറിച്ചും അവതാരകയായ റാണി ശരൺ പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധ നേടുകയാണ്. റാണി ശരൺ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു: മോളെ, നീ എന്നെ ഉറപ്പായും തിരിച്ചു വിളിക്കണം. എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ചിലത് പറയാനുണ്ട്. പറഞ്ഞോളൂ ദിലീപേട്ട. ഞാനിപ്പോ ഫ്രീ ആയി എന്ന് പറയുമ്പോഴേക്കും അപ്പുറത്ത് കോൾ കട്ടായിരുന്നു. ഉടൻ തിരിച്ചു വിളിച്ചെങ്കിലും നമ്പർ ബിസി എന്നാണ് കേട്ടത്. ഇടവേളകളിട്ട് പിന്നെയും വിളിച്ചിട്ടും അത് തന്നെ. അപ്പോൾ ഞാൻ വാട്സാപ്പിൽ വോയിസ് ഇട്ടു. തിരിച്ചു വിളിക്കുമ്പോൾ നമ്പർ ബിസി പറയുന്നു. ഫ്രീ ആവുമ്പോൾ തിരിച്ചു വിളിച്ചോളൂ, സംസാരിക്കാമെന്ന് പറഞ്ഞ് വൈകിട്ട് വീണ്ടും ഒരു മിസ് കോൾ. ഒരേ ഒരു റിങ് വന്നു. തിരിച്ചു വിളിക്കുമ്പോൾ വീണ്ടും നമ്പർ ബിസി. തിരിച്ചു വിളിച്ചോളുമെന്ന ഉറപ്പിൽ ഞാനും ഇരുന്നു. അതാണല്ലോ പതിവ്. അന്ന് 26-ാം തീയതി രാവിലെ മഞ്ചേരി മലബാർ ഗോൾഡിൽ ഫംഗ്ഷനിൽ നിൽക്കുമ്പോഴാണ് ദിലീപേട്ടന്റെ കോൾ വന്നത്. ഫോൺ സൈലന്റ് ആക്കി കൺമണിയെ ഏൽപ്പിച്ചിരുന്നു. അമ്മ, ദിലീപ് അങ്കിൾ വിളിച്ചിരുന്നു എന്നവൾ പറഞ്ഞു. കുറെ കാലത്തിന് ശേഷമുള്ള വിളിയാണ്, കുറച്ചധികം പറയാനുണ്ടാകും. അതുകൊണ്ട് വീട്ടിലെത്തി വിളിക്കാമെന്ന് ഉറപ്പിച്ചു. വീട്ടിലെത്തി വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് വീണ്ടും ഇങ്ങോട്ട് കോൾ. കോൾസ് എടുക്കാൻ പറ്റാത്തതിന് ക്ഷമാപണം പോലെയാണ്. ഫംഗ്ഷനിലായതുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞത്. അപ്പോഴും തിരക്കിലാണെന്ന് കരുതിയാണെന്ന് തോന്നുന്നു കട്ട് ചെയ്തത്. ഇന്ന് അബിൻ വിളിച്ച് അമ്മ, ഒരു കാര്യം പറയാനുണ്ട്, സമാധാനത്തോടെ കേൾക്കണം എന്ന മുഖപുരയോടെ പറയുന്നത് വരെ ആ വിളിക്കായി ഈ കുഞ്ഞനിയത്തി കാത്തിരുന്നു ദിലീപേട്ട. പറയാനുള്ള ആ പ്രധാനപ്പെട്ട കാര്യം കേൾക്കാൻ. ഇന്ന് കേട്ടത് അതെനിക്ക് കേൾക്കേണ്ട ഒന്ന് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും വിശ്വസിക്കാൻ മടിക്കുന്നുണ്ട്. മോളെ എന്ന വിളിയോടെ വല്ലപ്പോഴും വരുന്ന ആ കോളുകൾ ഇനി പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് ഞാൻ. നീ എന്റെ കുഞ്ഞു പെങ്ങളാണെന്ന് ആവർത്തിക്കുന്നത് കേൾക്കാൻ, എന്നും മോൾക്ക് ഒപ്പമുണ്ടെന്ന ഉറപ്പിൽ വീണ്ടും ബലപ്പെടാൻ. എന്നിട്ടും മനസ്സ് കൊതിക്കുന്നുണ്ട്. ചേച്ചി, കുട്ടികൾ, സിനിമാ സ്വപ്നങ്ങൾ ഒക്കെ ഇവിടെയല്ലേ ദിലീപേട്ട? പിന്നെ ദിലീപേട്ടന് പ്രിയപ്പെട്ട ഞങ്ങൾ ചിലരും എന്നാണ് റാണി ശരൺ കുറിച്ചിരിക്കുന്നത്. നേരത്തെ സീബാഞ്ചി നായരും പോസ്റ്റുമായി എത്തിയിരുന്നു. ആദരാഞ്ജലികൾ. 5 ദിവസം മുന്നേ എന്നെ വിളിച്ചതല്ലേ നീ? അന്ന് തലവേദനയായി കിടന്നതുകൊണ്ട് സംസാരിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഒരു പത്രപ്രവർത്തകൻ വിളിച്ചപ്പോഴാണ് വിവരം അറിയുന്നത്. എന്താണ് ദിലീപ്, നിനക്ക് പറ്റിയത്? ഒന്നും പറ്റുന്നില്ലല്ലോ ഈശ്വര, എന്ത് എഴുതണമെന്ന് അറിയില്ല. ആദരാഞ്ജലികൾ എന്നാണ് സീമാജി നായർ പങ്കുവച്ച കുറിപ്പിലൂടെ പറയുന്നത്. പ്രിയപ്പെട്ട ദിലീപേട്ട, വിശ്വസിക്കാനാകുന്നില്ല. നിരവധി വേഷം ഒരുമിച്ച് ചെയ്തു. മനോഹരമായി അഭിനയിക്കുന്ന നടനായിരുന്നു. അവസാനമായി ചെയ്ത ഫ്ലവേഴ്സ് ചാനലിലെ പഞ്ചാഗ്നി, അതിലെ ചന്ദ്രസേനൻ എന്ന അച്ഛൻ കഥാപാത്രം ഗംഭീരമായി അഭിനയിച്ചു. ഞാനത് പറയുകയും ചെയ്തു. നല്ല മനുഷ്യൻ, ആത്മാവിന് നിത്യശാന്തി നേരുന്നു എന്നാണ് നടൻ ആദിത്യൻ ജയൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച കുറിപ്പിലൂടെ പറയുന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.